ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ബ്രിട്ടി മിസ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ ഓണപരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ രണ്ട് ചാപ്റ്ററാണ് ഓണപരീക്ഷയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, ഏത് രീതിയിൽ വരുന്നു എന്ന് നല്ലോണം നമുക്ക് പഠിക്കണം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചോ ആ പഠിച്ചത് വരെയുള്ളതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓണപരീക്ഷയ്ക്ക് A+ ഉറപ്പിക്കാമെന്ന് മിസ് ഗ്യാരണ്ടി തരികയാണ്. അപ്പം നല്ലോണം പഠിക്കാനും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റാക്കി തരാം മിസ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായാലേ നമുക്ക് മനസ്സിലാവൂ എങ്ങനെ എക്സാം എഴുതാമെന്ന്. കാരണം സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഐഡിയ കിട്ടണമെങ്കിലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻസൈംസ് തന്നിട്ടുണ്ട്, അതുപോലെ ഹോർമോൺസും തന്നിട്ടുണ്ട്. എൻസൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോർമോൺസ് എന്നു ഹോർമോൺസ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ലൈഫ് ഫങ്ഷൻസ്. ഹോർമോണുകൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ദേ സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ അല്ലേ, രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എൻസൈംസിൻ്റെ ഫംഗ്ഷൻ. ഇതുപോലെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് പദബന്ധം വരും. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ നോക്കിയാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. പ്ലാന്റ് കനോട്ട് സ്റ്റോർ ഗ്ലൂക്കോസ്, ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആസ് സച്ച്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റീസൺ. എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് സ്റ്റാർച്ച് മീൻസ് ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യാത്തത്? ഗ്ലൂക്കോസ് മാറ്റി സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഗ്ലൂക്കോസ് ഇസ് സൊല്യൂബിൾ ഇൻ വാട്ടർ അല്ലേ, വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ മറ്റൊരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർച്ച് അന്നജമാക്കി അതിനെ മാറ്റുന്നത്. ക്ലിയർ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വീണ്ടും ഒരു വേർഡ് പെയർ റിലേഷൻ ആണ്. ന്യൂക്ലിക് ആസിഡ് തന്നിട്ടുണ്ട്, ലിപ്പിഡ് ഓയിലാണെന്ന് തന്നിട്ടുണ്ട്. ലിപ്പിഡ്സിന് എക്സാമ്പിൾ നമ്മൾ ആ ബയോമോളിക്യൂൾസ് കംപ്ലീറ്റ് പഠിക്കണം. ലിപ്പിഡ്സിന് എക്സാമ്പിൾ നമ്മൾ ഫാറ്റും ഓയിൽസും പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഏതാ വരിക, ഏതാണ് നമുക്കറിയാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് DNA എഴുതാം അല്ലേ, DNA എഴുതാം. അതല്ലെങ്കിൽ എന്തെഴുതാം, RNA എഴുതാം. DNA അല്ലെങ്കിൽ RNA ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം ന്യൂക്ലിക് ആസിഡ്സ് ഏതാണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ സെറ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് മിസ്സിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നല്ല രീതിയിൽ കോൺസെപ്റ്റ് അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഫസ്റ്റ് സിലബസ് മാറി ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം പലതവണ പല രീതിയിൽ കുഴപ്പിച്ചും മറിച്ചൊക്കെ ചോദിക്കാം, അറിയില്ല എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന്. അപ്പം അത് ഷുവർ ആക്കണമെങ്കിൽ കോൺസെപ്റ്റ് വെൽ ക്ലിയർ ആയിരിക്കണം. എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ നമ്മുടെ കയ്യിൽ കോണ്ടന്റ് ഉണ്ടാവണം. അതുകൊണ്ട് അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ നീഞ്ച ബാച്ച്. എല്ലാ മക്കളും കുറേ പേര് കുട്ടികൾ നമ്മുടെ ബാച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എത്താൻ കഴിയാത്തവരുണ്ട് എങ്കിൽ ഇതാ നമ്മുടെ നമ്പർ താഴെ തന്നിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. കാരണം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഫുൾ പ്ലാനാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസും കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ എഴുതി പഠിക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നീഞ്ച ബാച്ച് ഫസ്റ്റ് ചാപ്റ്റർ എക്സാം ഒക്കെ എഴുതി കുട്ടികൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഇതുപോലെ ടെസ്റ്റ് പേപ്പറും യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തണം. അപ്പം 299 rupees മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യും, നേരിട്ട് ധൈര്യമായിട്ട് തന്നെ വരിക. അവിടെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വേഗം തന്നെ വിളിച്ചൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, യെസ്. സോ അപ്പം എല്ലാവരും ഏതൊക്കെ സബ്ജക്ട്സും കാര്യങ്ങളും എല്ലാ സബ്ജക്ട്സും നമുക്ക് പഠിപ്പിക്കാനാണ് ഇത്രയും വലിയൊരു നിര ടീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ ഗിവൻ പ്രോസസ്, ഫിൽ A and B, ഡിഫൈൻ ദ പ്രോസസ്. പ്രോസസ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഇത് ഏതാണെന്ന് എഴുതണം. ഏതാണ് ഈ പ്രോസസ്സ്? നമുക്കറിയാം ഇവിടെ രണ്ട് എണ്ണം കാണാം. എനർജി ഉപയോഗിക്കുന്നില്ല, ഗ്ലൂക്കോസും അതുപോലെ അയോണുകളുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതാരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെ A എന്താണ്, B എന്താണെന്ന് എഴുതണം. A എന്താണ്, കരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ. ചാനൽ B എന്ന് പറയുന്നത് ചാനൽ പ്രോട്ടീൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതാണ്, ഈ ഒരു ചാനൽ പ്രോട്ടീൻ. അപ്പോൾ എയും ബിയും എന്താണ്? ഇതുപോലെ ഫിഗർ തന്നിട്ട് എയും ബിയും എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ C എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രക്രിയ നിർവചിക്കുക. എപ്പോഴും തന്നിട്ടൊരു C ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ പ്രോസസ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തെഴുതാം, ദ പ്രോസസ് ഡസ് നോട്ട് റിക്വയർ എനർജി, ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൈൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ
സീതാവാസ്തരത്തിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് എന്താ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫിഗർ പഠിക്കണം, എന്തൊക്കെയാണ് അവിടെ ആവശ്യമെന്ന് പഠിക്കണം, ഗ്ലൂക്കോസും അയണുകളുമാണ് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നും കൂടെ ഓർത്ത് വെക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Observe the illustration showing the chemical reaction in the process of photosynthesis and answer the question. ഫോട്ടോസിന്തസിൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് എ, അതുപോലെ ബി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹൗ ഡസ് എ റീച്ച് ദ ലീവ്സ് എന്ന് എഴുതണം. അതുപോലെ അന്നജത്തെ സസ്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു. ഈ റിയാക്ഷൻ എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷന് നമുക്ക് എങ്ങനെ എഴുതാം? 6CO2 + 6H2O gives C6H12O6 + O2 അല്ലേ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ CO2 തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ H2O വാട്ടർ ആണ്. ബി എന്ന് പറയുന്നതോ നമ്മുടെ ഗ്ലൂക്കോസ് C6H12O6 ആണ്. ഇനി ഇവിടെ ഇലകളിൽ എ എങ്ങനെ എത്തിച്ചേരുന്നു? നമുക്കറിയാം വാട്ടർ എങ്ങനെ എത്തുന്നു. സോയിലിൽ നിന്ന് റൂട്ട്സ് വഴി വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ടോ സൈലത്തിലൂടെയാണ് അത് നമ്മുടെ ലീഫിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മണ്ണിൽ നിന്ന് വേരുകൾ വഴി ജലം അബ്സോർബ് ചെയ്യുന്നു, സ്വാംശീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സൈലം വഴിയാണ് ഇലകളിൽ എത്തുന്നത്. അപ്പോൾ 2 പോയിന്റ് എഴുതണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അന്നജത്തെ സസ്യങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? എങ്ങനെയാണ് ഈ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്റ്റാർച്ചിനെ പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ പ്ലാന്റ്സിനും എനർജി കിട്ടണമെങ്കിൽ സ്റ്റാർച്ചാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർച്ചിന് കുറേ മെറ്റബോളിക് ഫങ്ഷൻസ് ഒക്കെ നടത്തി അതിനെ എന്തൊക്കെ ആക്കി മാറ്റുന്നു? വേണ്ട പ്രോട്ടീനും അതുപോലെ സൂക്രോസ്, ഫ്രക്ടോസ് എന്നിങ്ങനെ പല രൂപങ്ങളാക്കി ഫാറ്റും ഓയിലൊക്കെ ആക്കി മാറ്റുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന കടല, ചോറ്, ഗോതമ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആവുന്നത്. ഈ മെറ്റബോളിക് പ്രോസസ്സിലൂടെ സ്റ്റാർച്ച് കൺവേർട്ട് ചെയ്തിട്ട് പല ബയോമോളിക്യൂൾസ് ആക്കി മാറ്റുന്നു. അതുവഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ്സിന് കിട്ടുന്ന എനർജി ഒക്കെ കിട്ടുന്നത്. അത് സ്റ്റോർ ചെയ്യുന്ന ഫോമാണെന്ത് ഈ രീതികളിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സ്റ്റാർച്ച് യൂട്ടിലൈസ് ചെയ്യുന്നതും കൂടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അത് കിട്ടിയാലോ കറക്റ്റായിട്ട്. ഇനി 4 മാർക്കിനൊക്കെ വരുന്ന ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണെന്ന് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റേത്. അതിൽ റീഡ്രോ ചെയ്യാൻ പറയുന്നുണ്ട്. റീഡ്രോ ചെയ്തിട്ട് പാർട്സ് ലേബൽ ചെയ്യണം. അതുപോലെ തന്നെയോ വിച്ച് ആർ ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ പാർട്ട്. ഗ്ലൂക്കോസ് നിർമ്മാണം നടക്കുന്ന ഭാഗം, ഗ്ലൂക്കോസ് എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം സ്ട്രോമയിലാണ്. രണ്ടാമത്തേതോ ജലത്തിൻ്റെ വിഘടനം, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്യുന്നത് അതെവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഗ്രാനയിൽ വെച്ചിട്ടാണ്. സ്ട്രോമയിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? നമുക്കറിയാം ഡാർക്ക് ഫേസ് അല്ലേ, ഡാർക്ക് ഫേസ് ആണ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടമാണ്. അതേസമയം ഗ്രാനയിൽ നടക്കുന്നതോ ലൈറ്റ് ഫേസ് ആണ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം പ്രകാശഘട്ടം അല്ലേ. അപ്പം ചിത്രം നല്ല വൃത്തിയിൽ വരയ്ക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന പാർട്സ് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യുക. ഫേസസ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നടക്കുന്നതെന്ന് എഴുതുക. ഇത്രയും എഴുതിയാൽ ഈ ഡയറക്റ്റ് ആയിട്ട് ഇതാ നമുക്ക് 4 മാർക്ക് കിട്ടി. സോ മക്കളെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇതേപോലെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് വരുന്നതാണ്. നമുക്കറിയാം അമീബ, ഹൈഡ്ര ഉണ്ട് അല്ലേ. അതിലെ ന്യൂട്രീഷൻ പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നതാണ്. പോഷണം എങ്ങനെ ചെയ്യുന്നു. ഹൈഡ്രയിലെ ടെൻറ്റക്കിൾസ് ആണ് അവർക്ക് ഫുഡ് ഉള്ളിലേക്ക് എടുക്കാൻ സഹായിക്കുന്നതെങ്കിൽ അമീബേനെ സഹായിക്കുന്ന ആരാണ്? സ്യൂഡോപോഡിയാണ് അല്ലെങ്കിൽ കപടപാദങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കൊരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതേപോലെ തന്നെ ടേബിൾ തന്നിട്ട് മാത്സ് ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ട് ഇതിൽ ചിലത് മാത്രം ചോദ്യം വരാം. അപ്പോൾ ബോഡി സ്ട്രക്ചർ നമുക്കറിയാം അമീബ യൂണിസെല്ലാർ ആണ്, ഹൈഡ്ര മൾട്ടി സെല്ലാർ അല്ലെങ്കിൽ ബഹുകോശ ജീവിയാണ്. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അമീബയിൽ സ്യൂഡോപോഡിയാണ്, ഹൈഡ്രയിൽ ടെന്റിക്കിൾസ് ആണ്. ഇനി ഡൈജഷൻ നടക്കുന്നത് അമീബയിൽ കോശത്തിനകത്ത് ഇൻസൈഡ് ദ സെല്ലിലാണ് ഡൈജഷൻ നടക്കുന്നത്. നേരെ മറിച്ച് ഹൈഡ്രയിലോ അകത്തും പുറത്തും ഡൈജഷൻ നടക്കുന്നുണ്ട്. ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആണ്. ആൻഡ് പുറത്തോട്ട് കളയുന്നു. ഇജഷൻ പ്രോസസ്സോ അമീബയിൽ സെൽ സർഫസിലൂടെ ആ വേസ്റ്റ് പ്രോഡക്ട്സ് പുറത്തോട്ട് കളയുന്നു. ഹൈഡ്രയോ മൗത്തിലൂടെയാണ് പുറത്തോട്ട് കളയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് A+ ഉറപ്പിക്കാൻ എന്ത് ചെയ്യുക? ഇതുപോലെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ടോപ്പിക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ കമന്റ്സും ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. See you soon in the next class. Bye bye.